മനസ്സ് മണ്ണ് പോലെയാണ്. ഈ മനസ്സ് രണ്ട് ലെയറായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ആടി ഉലയുന്ന നമ്മുടെ മനസ്സിനെ വളരെ എളുപ്പത്തിൽ അനായാസേനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കരുതലിന് ഒരാളുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് സംസാരം. വാട്സപ്പ് സന്ദേശങ്ങളും സ്റ്റാറ്റസുകളും നോക്കുന്നത് നമ്മുടെയൊക്കെ പതിവാണ്. ചില വാട്സപ്പ് സന്ദേശങ്ങൾ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുകയും ചില വാട്സപ്പ് സന്ദേശങ്ങൾ നമ്മെ പെട്ടെന്ന് തന്നെ ആ സ്റ്റാറ്റസ് ഇട്ട ആളെ അല്ലെങ്കിൽ സന്ദേശം ഇട്ട ആളെ വിളിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിക്കുകയും. ഇങ്ങനെയുള്ളൊരു സംഭവം ഈ അടുത്ത ദിവസം എനിക്കുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോൾ വല്ലാത്ത ഒരു പ്രേരണ എനിക്ക് അവരെ വിളിക്കാൻ അപ്പോൾ തന്നെ തോന്നുകയുണ്ടായി. പക്ഷേ സമയം വളരെ വൈകിയിരുന്നു. ഞാനതുകൊണ്ട് അവർക്കൊരു ടെക്സ്റ്റ് സന്ദേശം കൊണ്ട് പറഞ്ഞു, എന്നെ വിളിക്കാൻ തോന്നുമെങ്കിൽ കാലത്ത് വിളിക്കണം. എത്ര മനോഹരമായാണ് പുലർകാലത്ത് അവരുടെ സന്ദേശം എന്നിലേക്ക് എത്തിയത്. ഒരുപാട് സന്തോഷം. ഇങ്ങനെ കരുതലിന് ഒരാളുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് സംസാരം തുടങ്ങി കാര്യങ്ങളെ കൊച്ചു വർത്തമാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ ബന്ധങ്ങളിൽ വല്ലാത്ത ഒരു നീറ്റൽ അനുഭവിക്കുന്നതായിട്ട് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടത്. അടുത്ത കാലത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടായ ഒരു ചെറിയ വിള്ളൽ അല്ലെങ്കിൽ അസ്വാരസ്യമാണ് അവരെ അതിന് അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസിലാണ് പ്രേരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മൂലക്കല്ലായി കരുതുന്നതാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ. ഇതൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആടിയും ഉലയുകയും ഇടയ്ക്ക് വളരുകയും വിളറുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നാം അഭയം തേടേണ്ടത് എന്തിലേക്കാണെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ രസകരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ജോസഫ് മർഫി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ആടി ഉലയുന്ന നമ്മുടെ മനസ്സിനെ വളരെ എളുപ്പത്തിൽ അനായാസേനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ ലക്ഷ്യങ്ങളെ കൂടുതൽ വ്യക്തമായി സെറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട തരത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനും ഒക്കെ തന്നെ കഴിയും. ഈ പുസ്തകത്തിൽ ജോസഫ് മർഫി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സ് മണ്ണ് പോലെയാണ്. ഈ മനസ്സ് രണ്ട് ലെയറായിട്ടുണ്ട്. ഒന്നാമത്തെ ലെയർ ബോധ മനസ്സാണെങ്കിൽ രണ്ടാമത്തെ ലെയർ ഉപബോധ മനസ്സാണ്. ഈ ഉപബോധ മനസ്സിൽ യുക്തിയും മറ്റു കാര്യങ്ങളൊന്നുമില്ല, തീരുമാനങ്ങളൊന്നുമില്ല. ഉപബോധ മനസ്സ് എപ്പോഴും പ്രവർത്തിക്കുക, ഉപബോധ മനസ്സിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളെ, അവിടെ വന്നു വീഴുന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ, വിശ്വാസങ്ങളെ അത് വളർത്തി യാഥാർത്ഥ്യമാക്കി മാറ്റിത്തരും. അതിനു വേണ്ടിയിട്ടാണ് ഉപബോധ മനസ്സിന്റെ ശ്രമം. എന്നാൽ ബോധ മനസ്സ് എപ്പോഴും യുക്തിഭദ്രമായി ചിന്തിക്കുകയും വിലയിരുത്തലുകളിലും അതുപോലെ തന്നെ ഭയപ്പാടുകളിലൊക്കെ തന്നെ കഴിയുന്ന ഒന്നാണ് ബോധ മനസ്സ്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടത് എവിടെയാണ്? ഉപബോധ മനസ്സിലാണ് പ്രവർത്തിക്കേണ്ടത്. ഉപബോധ മനസ്സിലേക്ക് പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ് ചോദിച്ചു നോക്കൂ. വഴിയും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്, ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്, മനഃശാസ്ത്രം. ഈ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്, ഏറ്റവും കൂടുതൽ പ്രവേശന സുഗമമാകുന്ന സമയം ഒന്ന് പുലർകാലത്ത് എഴുന്നേൽക്കുമ്പോഴാണ്. പുലർകാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മെക്കുറിച്ച്, നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല വാക്കുകൾ പറയണം. എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ കൂടുതൽ ദിനേന ആരോഗ്യമുള്ളവനായി തീരുന്നു, എനിക്ക് കൂടുതൽ നല്ല ബന്ധങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിൽ സമ്പത്ത് ഏറ്റവും നല്ല രീതിയിൽ ഐശ്വര്യവും പ്രതാപവും എനിക്ക് കൊണ്ടുതരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആവർത്തിച്ച് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്താൽ നമ്മുടെ ഉപബോധ മനസ്സ് കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ GPS സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്തേണ്ടിടത്തേക്ക് എങ്ങനെയാണോ നാം വഴിമാറി സഞ്ചരിക്കുമ്പോൾ പോലും ആ GPS നമ്മെ നയിക്കുന്നത്, അതുപോലെ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മെ അത്തരത്തിലുള്ള ക്ഷേമത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ധന്യതയിലേക്കും നയിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പുലർകാലത്ത് പറയുന്ന പോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന ആ അർദ്ധമയക്കത്തിന്റെ വേളയിൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം. നിങ്ങൾ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കൂ, ആചാരങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഏറ്റവും നല്ല പ്രാർത്ഥനാ വേളകൾ ഒന്ന് പ്രഭാതത്തിലും മറ്റൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. അവിടെ ചൊല്ലിക്കിടക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട്. അങ്ങനെ നല്ല മന്ത്രങ്ങൾ ചൊല്ലി, നല്ല പ്രാർത്ഥനകൾ ചൊല്ലി, നല്ല അഫർമേഷൻസ് നമ്മൾ നമ്മുടെ മനസ്സിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നോക്കിക്കോളൂ, ഒരു സംശയവും വേണ്ട, ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും. ഇവിടെ നേരെ വിപരീതമായി സംഭവിക്കാം. ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നങ്ങളാണ്, എനിക്ക് ആരോഗ്യം വളരെ മോശമാണ് എന്നുള്ള ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിലോ ഉപബോധ മനസ്സ് അതാണ് നിങ്ങളുടെ മനസ്സിൽ പാകപ്പെടുത്തിയെടുത്ത് മണ്ണായിട്ട് പ്രവർത്തിച്ച് നിങ്ങളുടെ ഈ വിത്തിനെ മുളപ്പിച്ചു തരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്, നിങ്ങൾ ആകർഷിക്കുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മനോവേദനകളുമായി. എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ക്ഷേമവും ധന്യതയും കൈവരും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്.
ഇത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് രാത്രി ഉറങ്ങാൻ നേരത്തുള്ള നമ്മുടെ അഫർമേഷൻസ് ആണ്. അവിടെയും നല്ലത് തന്നെ പറയും. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നന്ദി ബോധമുള്ളവരായിരിക്കും. എപ്പോഴും നമുക്ക് നന്ദി പറയാൻ വല്ലതും ഉണ്ടായിരിക്കും. നന്ദി പറയുന്നതിലൂടെ നമ്മൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷം എന്താണെന്ന് വെച്ചാൽ നാം അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് മനസ്സ് എന്ത് ചെയ്യും, ഉപബോധ മനസ്സ് അങ്ങ് വിശ്വസിക്കും. ഉപബോധ മനസ്സ് വിശ്വസിച്ച് കഴിഞ്ഞോ ഓട്ടോമാറ്റിക്കലി അത് യാഥാർത്ഥ്യമായി തീരും. നമ്മളെപ്പോഴും ഒന്നുകിൽ പ്രപഞ്ചത്തോട്, പ്രപഞ്ചനാഥനോട്, നമ്മുടെ മാതാവിനോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ ധനത്തോട്, നമ്മുടെ ആരോഗ്യത്തോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, കൂട്ടുകാരോടൊക്കെ തന്നെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. ഈ നന്ദി ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല വഴി എന്താ? എല്ലാ ദിവസവും ഒരു പേപ്പർ എടുത്തോ. ഒരു പേപ്പർ എടുത്തിട്ട് 3 കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് നന്ദിയുള്ളവരാണ്. ഇന്ന് ഞാൻ നന്ദിയുള്ളവരാണ് കാരണം എൻ്റെ ക്ലാസ്സിലെ കുട്ടി ഞാൻ ചോദിച്ചു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് നന്ദിയുള്ളവരാണ്. ഇന്ന് നല്ല ടേസ്റ്റുള്ള ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എനിക്കത് സ്വന്തം കൈകൊണ്ട് വാരി തിന്നാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കൂ, ഓരോ ദിവസവും ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ളവരല്ലേ നമ്മൾ. അങ്ങനെയുള്ള നന്ദി നമുക്കുണ്ടെങ്കിൽ ഇതില്ലാത്തവരുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇനിയും നന്ദി പറയാനുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നന്ദി ബോധം നമ്മെ വല്ലാതെ നന്മയിലേക്ക് നയിക്കും. ഇനി മറ്റൊന്നെന്താണെന്ന് അറിയാമോ? വെല്ലുവിളികളെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് പ്രതിസന്ധികളെ വെല്ലുവിളിക്കണം. നിനക്കത് കഴിയില്ല ഇസ്മയിൽ, നിനക്ക് അത് കഴിയില്ല എന്ന് എന്നോട് എൻ്റെ മനസ്സ് പറയുകയാണെങ്കിൽ അപ്പം തന്നെ മനസ്സിലെത്തിയിട്ടു എന്തുകൊണ്ട് കഴിയില്ല, എന്തുകൊണ്ട് കഴിയില്ല? ഇന്ന കാര്യങ്ങൾ നിനക്കില്ലേ? ഇന്ന കാര്യങ്ങൾ ഉള്ള ആളാണല്ലോ ഇന്നതൊക്കെ നേടിയിട്ടുള്ളത്. നിനക്കും അത് വളർത്തി വലുതാക്കി വായനയിലൂടെ, സംസർഗത്തിലൂടെ, അന്വേഷണത്തിലൂടെ, ഗവേഷണത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? ഇങ്ങനെ നിരന്തരം നമ്മെ പിന്നോട്ട് വലിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മൾ ചാലഞ്ച് ചെയ്തിട്ട് നമ്മുടെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് വിമുക്തരായിത്തീരും. ഇങ്ങനെ ദിനം പ്രതി നമ്മുടെ ഉപബോധ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു കവിത പോലെ മനോഹരമായി തീരും, ഒരു പൂവാടി പോലെ വർണ്ണാഭമായി തീരും. പ്രിയപ്പെട്ടവരെ, പ്രവർത്തിക്കേണ്ടത് ബാഹ്യലോകത്തല്ല, ആന്തരിക ലോകത്താണെന്ന കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. നന്ദി, നമസ്കാരം.